അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടമാണ്. നമുക്കപ്പോൾ പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം, വേണമെങ്കിൽ സ്റ്റാർട്ടറായിട്ടും കഴിക്കാം. അപ്പോൾ റെസിപ്പി നോക്കിയാലോ നമുക്ക്. 600 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറി ലീവ്സും ആഡ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കാം. ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച സെയിം പാനിൽ തന്നെയാണ് നമ്മൾ കറിയും റെഡിയാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും 3 വറ്റൽമുളകും കറി ലീവ്സും ഇട്ട് മൂപ്പിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ആ പാനിലേക്ക് അരിഞ്ഞു വെച്ച സവോള 2 എണ്ണവും കറി ലീവ്സും ആവശ്യത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റി വരുമ്പോൾ നമുക്ക് മസാലയായിട്ട് ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചതച്ച മുളക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം വറുത്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് വറുത്ത് വെച്ച മുളകും കറി ലീവ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.